യു ഷുഡ് ബി ഹംബിൾ ആൻഡ് ഹ്യൂമൺ. നമ്മൾ എളിമയുള്ളവരാകണം. കാരണം കാലിത്തൊഴുത്തിൽ പിറന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാലുകൾ മധ്യേ കിടന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കഴുതപ്പുറത്തിരുന്നവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാലുകൾ കഴുകിയവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. കാൽവരിയിൽ കള്ളന്മാരോടൊപ്പം മരിച്ചവൻ്റെ പൗരോഹിത്യമാണ് സ്വീകരിക്കുന്നത്. മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ ശുശ്രൂഷ പൗരോഹിത്യം പറഞ്ഞ് കുറേ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പൗരോഹിത്യം മോശമാണെന്നല്ല പറഞ്ഞത്. പൗരോഹിത്യം വളരെ ഉന്നതമാണ്. കാരണം യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അത് വളരെ ഔന്നത്യമുള്ള കാര്യമാണ്. ഉന്നതമായൊരു സ്ഥാനമാണത്. പക്ഷെ അത് ആധ്യാത്മിക തലത്തിലാണ്, ഭൗതിക തലത്തിലല്ല. ഭൗതിക തലത്തിൽ കീഴ്പോട്ടാണ് നമ്മുടെ സ്ഥാനം. മാമോദിസായുടെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച അൽമായ ശുശ്രൂഷിക്കുന്നവരാണ് അച്ഛന്മാർ. അപ്പോൾ വേലക്കാരാണ്. നേരെ കീഴ്പോട്ടേക്ക് സ്ഥാനം ഭൗതിക തലത്തിൽ. അവരെ ശുശ്രൂഷിക്കുന്നവരുടെ മെത്രാന്മാർ, അവരെ ശുശ്രൂഷിക്കുന്നവരാണ് അല്ലെങ്കിൽ മാർപ്പാപ്പ. സെർവൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഭൗതിക തലത്തിൽ നമ്മൾ സ്ഥാനമാനങ്ങൾ നോക്കരുത്. ആധ്യാത്മിക തലത്തിൽ വളരെ ഔന്നത്യമുള്ള ഒരു സ്ഥാനമാണ് പുരോഹിതന്റെ സ്ഥാനം. ഈ തിരിച്ചറിവ് ശരിക്കുണ്ടെങ്കിൽ വി വിൽ ബി ഹംബിൾ. കഴുതപ്പുറത്ത് കർത്താവിനെ ഇരുത്തിക്കൊണ്ട് ജെറുസലേമിലെ റോട്ടിലൂടെ കഴുത നീങ്ങിയപ്പോൾ ആളുകൾ റോട്ടിൽ തുണി വിരിച്ചു. കഴുത അതിൽ ചവിട്ടി നടന്നു. കഴുത ചിന്തിക്കരുത് അതിനെ ബഹുമാനിക്കാനാണ് തുണി വിരിച്ചതെന്ന്. അതിന് പുറത്തിരിക്കുന്ന യേശുവിനെ ബഹുമാനിക്കാനാണ്. അറിയാതെ കഴുത തലയാട്ടോ എന്തോരം തുണിയാണ് റോട്ടിൽ ആൾക്കാർ എനിക്ക് വിരിച്ചു തരുന്നത് ചിന്തിച്ചാൽ അബദ്ധമാണത്. നിങ്ങൾ കുർബാനയ്ക്കൂടെ നിൽക്കുമ്പോൾ കുർബാനയുടെ ആദ്യ ഭാഗത്ത് അങ്ങോട്ട് ജനാഭിമുഖമായി നിന്ന് കുർബാന അർപ്പിക്കുമ്പോൾ പള്ളിയിൽ നടുവിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി നടുവിൽ വരുമ്പോൾ ആചാരം ചെയ്യും. തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ ബഹുമാനിക്കാൻ തെറ്റിദ്ധരിക്കരുത്. അത് സക്കറിരിക്കുന്ന യേശുവിനോട് കാണിക്കുന്ന ബഹുമാനമാണ്.